We have been discussing about the internal combustion engine. There are two types, that is Otto engine and diesel engine. Now we are discussing about the diesel engine. Otto engine we have already discussed. So the second type is the diesel engine. So diesel engine was invented by Rudolf Diesel in 1894. Crude oil or diesel is the fuel used. The compression ratio is 15 to 20. This working is as same as that of Otto engine. സാധാരണ ഓട്ടോ എഞ്ചിന് വർക്കിംഗ് പോലെ തന്നെയാണ് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ സ്പാർക്കിന്റെ ആവശ്യമില്ല ഫോർ ഫ്യൂൽ ഇഗ്നീഷൻ. എയർ അഡ്മിറ്റഡ് ടു ദ സിലിണ്ടർ ഇൻ ദ ബിഗിനിങ്. എയർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സിലിണ്ടറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിച്ച് ഈസ് കംപ്രസ്ഡ് അഡിയബാറ്റിക്കലി. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ഇഗ്നൈറ്റ് ചെയ്യും സിലിണ്ടറിന്റെ അകത്തുനിന്ന്. എഞ്ചിൻ വർക്ക്സ് ഇൻ 4 സ്ട്രോക്സ്. അതായത് ഓട്ടോ എഞ്ചിന് പോലെ തന്നെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. 4 സ്ട്രോക്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് എഫിഷ്യൻസി എങ്ങനെയാന്ന് നോക്കാം. 6 ഓപ്പറേഷൻസ് ആണ് പറയുന്നത് സൈക്കിളില്. 4 സ്ട്രോക്സ്. 4 സ്ട്രോക്സിന്റെ വർക്കിംഗ് ഓൺ 6 ഓപ്പറേഷൻ. ഓട്ടോ എഞ്ചിൻ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പി വി ഡയഗ്രം നോക്കാം. മറ്റേ ഓട്ടോ എഞ്ചിനാണെങ്കിൽ V1 ഉം V2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടും കോൺസ്റ്റന്റ് വോളിയത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. CV ആയിരുന്നു യൂസ് ചെയ്തത്. ഇവിടെ നോക്കുക, ഇവിടെ BC എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലല്ല, കോൺസ്റ്റന്റ് പ്രഷറിലാണ് നടത്തുന്നത്. ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. നോക്കുക, EA ഇവിടെ ചാർജിങ് സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. വോളിയം V1 ആണ്, ടെമ്പറേച്ചർ T1 ആണ്. AB എന്ന് പറയുന്നത് അഡിയബാറ്റിക് കംപ്രഷൻ. AB അഡിയബാറ്റിക് കംപ്രഷൻ ആണ്. ടെമ്പറേച്ചർ T1 to T2 ആവുന്നുണ്ട്. വോളിയം V1 to V2 ആവുന്നുണ്ട്. 1000 ഡിഗ്രി വരെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രഷർ 40 atm ആണ്. ഇനി BC നോക്കാം. BC റീജിയൻ ഈസ് നോൺ ആസ് ഇഗ്നീഷ്യൻ റീജിയൻ. പ്രഷർ ആ സമയത്ത് കോൺസ്റ്റന്റ് ആണ്. Q1 ആണ് ഹീറ്റ്. T1 to T2 to T3 ആവുകയാണ് ചെയ്യുന്നത്. 2000 ഡിഗ്രി വരെ പോകുന്നുണ്ട്. വോളിയം ചേഞ്ചസ് ഫ്രം V2 to V3 ആയിട്ട് മാറുകയാണ് വോളിയം ചേഞ്ച്. പിന്നെ അടുത്ത സ്റ്റേജ് നോക്കാം, C to D. C to Dയില് വർക്കിംഗ് സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ എയറും ഡീസലും കൂടി അഡിയബാറ്റിക് എക്സ്പാൻഡ് ചെയ്യും, അതുപോലെ എഞ്ചിൻ വർക്ക് ചെയ്യും. V3 V1ലേക്ക് പോവാണ് ചെയ്യുന്ന വോളിയം. D എന്ന് പറഞ്ഞാൽ എക്സ്പോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യും, പ്രഷർ ഡ്രോപ്പ് ചെയ്യും. ആ സമയത്ത് കോൺസ്റ്റന്റ് വോളിയം ആണ്. നോക്കുക, കോൺസ്റ്റന്റ് വോളിയം ആണ് വരുന്നത്. ഇവിടെ ഡിയില് കോൺസ്റ്റന്റ് വോളിയം ആയിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ നോക്കാം, AE എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സോസ്റ്റ് സ്റ്റോക്ക് തന്നെ. ഗ്യാസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ഔട്ട് ചെയ്യും. ഇത് സ്റ്റോക്കിന് വേറൊരു പേരും കൂടെ പറയുന്നുണ്ട്, ഐസോബാറിക് സക്ഷൻ സ്റ്റോക്ക് എന്നും കൂടെ ആ റീജിയനെ പറയുന്നുണ്ട്. ഐസോബാറിക് സക്ഷൻ സ്ട്രോക്ക്. ഐസോബാറിക് സക്ഷൻ സ്ട്രോക്ക് എന്നും കൂടെ ആ റീജിയനിൽ പറയുന്നുണ്ട് AEയിൽ. സോ സെയിം ആയിട്ട് തന്നെയാണ് പറഞ്ഞത്, സെയിം ആയിട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു BC എന്താണ്, കോൺസ്റ്റന്റ് പ്രഷറിലാണ് നടക്കുന്നത്, Q1. ഇനി നമുക്ക് എങ്ങനെയാ വെച്ചാൽ എഫിഷ്യൻസിന്റെ ഫോർമുല കണ്ടുപിടിക്കാം. Q1 ആണ് ഹീറ്റ് BCയിൽ അബ്സോർബ് ചെയ്യുന്നത്, നേരത്തെ പോലെ തന്നെ. പക്ഷെ കോൺസ്റ്റന്റ് പ്രഷറാണ്. മറ്റേ കോൺസ്റ്റന്റ് വോളിയം ആയിരുന്നു. ഇവിടെ Q2 DAയിൽ ഇജക്ട് ചെയ്യുന്ന അത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷർ വരുമ്പോൾ CP യൂസ് ചെയ്യുക. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എടുക്കുക. T3 - T2, മറ്റേ T4 - T1. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. എഫിഷ്യൻസിയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ CV/CP എന്ന ഫോർമുല CV/CP വരും. CP/CP എന്ന് പറഞ്ഞാൽ ഗാമയാണ്. അപ്പൊ 1/γ കൊടുക്കുക. പിന്നെ നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് T1 V1 raised to gamma ഡയബാറ്റിക്സ് ഒക്കെ. അത് നമുക്ക് സിംപ്ലിഫിക്കേഷൻ പഠിക്കാനില്ല. ഈ ഫോർമുല മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. 1/γ RE raised to gamma - 1/RE - 1 T1/T2 എന്നുള്ള ഫോർമുലയിലേക്ക് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. RE എന്ന് പറഞ്ഞാൽ V1/V3 ആണ്. ഇതിന്റെ എഫിഷ്യൻസി റേഞ്ചസ് ഫ്രം 30 to 35 ആണ്. ലോവർ ദാൻ ഓട്ടോ എഞ്ചിൻ ആണ് എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ 2 ടൈപ്പാണ് നമ്മൾ പഠിച്ചത്, ഓട്ടോ എഞ്ചിനും അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനും. ഓട്ടോ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനാണ്, മറ്റേ ഡീസലാണ് യൂസ് ചെയ്യുന്നത്. ക്രൂഡ് ഓയിൽ ഡീസലാണ് യൂസ് ചെയ്യുന്നത്. എഫിഷ്യൻസിയിൽ ആ ഒരു റീജിയൻ മാത്രം ഓർത്ത് വയ്ക്കുക. Q1 CV തന്നെയാണ് വരുന്നത്. ഇവിടെ എന്ത് വരുന്നുണ്ട്, CP വരുന്നുണ്ട്. കോൺസ്റ്റന്റ് പ്രഷറും വരുന്നുണ്ട്, കോൺസ്റ്റന്റ് വോളിയം വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, എഫിഷ്യൻസി കണ്ടുപിടിക്കാം.